നിങ്ങള് ഇതേപോലുള്ള ആക്രമണങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേരെ എടുക്കരുത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൂടെ നല്ല ചുണയും തന്റെ ഇടവുമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഉള്ളത്. ഒരടി അടിച്ചാൽ പകരം 3 അടി അടിക്കാനുള്ള കെൽപ്പ് ഈ ചെറുപ്പക്കാർക്കുണ്ടെന്ന് മനസ്സിലാക്കണം. പോലീസുകാർക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊന്നും ചെയ്യണ്ട. സ്റ്റേഷനിലേക്ക് 3 RSSകാരനെയും വിളിക്കുക, 3 കമ്മ്യൂണിസ്റ്റുകാരനെയും DYFIക്കാരനെയും വിളിക്കുക, അടിക്കണ എന്ന് പറയുക. അപ്പൊ താഴെ വീഴുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ തരത്തിൽ സമാധാനം അഭിലഷിക്കുന്ന മുതാക്കളെ ജനങ്ങളെ യോജിപ്പിക്കുവാനും മുതാക്കളെ ജനങ്ങളെ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി, വിലക്കയറ്റത്തിനെതിരായി, സ്വേച്ഛാധികാരപരമായ നയങ്ങൾക്കെതിരായി, സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന കയ്യേറ്റങ്ങൾക്കെതിരായി, അങ്ങനെ ജനകീയ പ്രശ്നങ്ങൾക്ക് മാത്രം ഒന്നിച്ചുകൂടുകയും കൂട്ടായ്മ നടത്തുകയും അത് പാടില്ലെന്ന് പറയുകയും അത് നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസിനെയും അധികാരിവർഗത്തെയും ക്ഷണിക്കുകയും ചെയ്യുക എന്ന തികച്ചും ന്യായമായ പൊതുപ്രവർത്തകരുടെ ചുമതലയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും DYFIക്കാരും മഹിളാ സംഘക്കാരുമായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവര് പഞ്ചായത്തുകൾക്ക് മാതൃകയാണ്, അസംബ്ലി നിയോജക മണ്ഡലത്തിന് മാതൃകയാണ്, പാർലമെന്റിന് മാതൃകയാണ് എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടു പഠിച്ച്